ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലില്ലാത്ത പീസാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫിന് നല്ലൊരു കളർ കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാനൊരു സ്പൂൺ പെരിഞ്ജീരകവും 1 സ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ്. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 2.5 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. അതൊരു 2 സ്പൂൺ മീറ്റ് മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഞാനൊരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോഴാണ് എനിക്ക് ഓർമ്മ കേട്ടോ കുക്കർ അടക്കണേക്കാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ മറന്നു. അപ്പോൾ ഞാനൊരു 10 വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. 5 വിസിൽ തന്നെ നമ്മുടെ ബീഫ് നല്ലോണം വെന്തു കേട്ടോ. ഇനി അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചെറുതായി അരിഞ്ഞ് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സവോള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേ ഒരു 20 ചെറിയ ഉള്ളി കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കൂടി ഇടുമ്പോൾ നമ്മുടെ ബീഫിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരണം. അതിന് ശേഷം ഞാനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തം ഒന്ന് വഴണ്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ചേർക്കുമ്പോഴാണ് നമ്മുടെ ബീഫിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്ഷമ വേണം കേട്ടോ. ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നേ വേണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ നമ്മുടെ ബീഫൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ബീഫ് കറി വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ കണ്ടില്ല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നമ്മൾ വരട്ടിയെടുക്കുക. ഞാൻ അത്യാവശ്യമൊക്കെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബീഫ് ഒന്ന് വാങ്ങി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഒരു 5-6 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ.